കൂടുതൽ പേരും വോട്ടർമാരധികം വന്നത് ഞാനൊരു കണക്ക് വായിക്കാം. അത് മലപ്പുറം ജില്ലയിലാണ്. എൻ്റെ ഓർമ്മയിൽ UDF പ്രവർത്തകർ ഇത്ര കഠിനാധ്വാനം ചെയ്തൊരു തെരഞ്ഞെടുപ്പില്ല. ഞാൻ ആ കാര്യത്തിന് ആദ്യമേ അവരോട് നന്ദി പറയുകയാണ്. ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാക്കി UDFനെ മാറ്റി. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. ഞാനതിന് ശേഷം പറഞ്ഞു, ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, ഇടതുപക്ഷ സഹയാത്രികർ വരുമെന്ന് പറഞ്ഞു, വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതെല്ലാം നടന്നല്ലോ. ഇതൊക്കെ പറയുമ്പോൾ അവരുമായിട്ടൊക്കെ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നു. 100+ എന്ന് പറയുന്നത് വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് പറഞ്ഞിരുന്നല്ല, ഞാനങ്ങനെ പറയുന്ന ഒരാളുമല്ല. അത് നമ്മുടെ ഒരു ആത്മവിശ്വാസവും നമ്മൾ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന കാര്യവും നമ്മളുണ്ടാക്കിയ നിശബ്ദമായ ചില മാറ്റങ്ങളുമാണ് നമ്മളെ അത് പറയാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചത്. ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുക. നമസ്കാരമുണ്ട്. കഴിഞ്ഞ 1.5 കൊല്ലമായി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാന പോരാട്ടം ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് കഴിഞ്ഞതിന് ശേഷം പത്രലേഖകർ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് നമ്മൾ കേട്ടത്. ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചേർത്തത്. ഭരണപക്ഷത്തെ എന്തെങ്കിലും ക്ലെയിമിനൊന്നും നമ്മൾ ഇതിനകത്ത് പ്രാധാന്യം കൊടുക്കുന്നില്ല. തീർച്ചയായും പ്രതിപക്ഷ ബഹുമാനമാണ് ജനാധിപത്യത്തിൽ വളരെ വിലപ്പെട്ടത് എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ ഭാഗം കൊടുത്തത്. കഴിഞ്ഞ 1 വർഷമായി അദ്ദേഹം UDF എന്ന പ്ലാറ്റ്ഫോമിനെ ഒരു വലിയ രാഷ്ട്രീയ കോൺഫെഡറേഷനാക്കി കൊണ്ടു നടക്കുക എന്നതിലപ്പുറം ഇടതുപക്ഷത്തെ ചിലരെയും കൂടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞ 1 കൊല്ലമായി അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം ഇന്നലെ വെളിപ്പെടുത്തിയതോടുകൂടിയാണ് G. സുധാകരനെ പോലെയുള്ള, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷത്ത് നിന്ന് UDFൻ്റെ കൂടാരത്തിൽ എത്തിച്ചേർന്ന മനുഷ്യർ കഴിഞ്ഞ 1 വർഷമായി എന്താണ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് വെളിപ്പെട്ടത്. അദ്ദേഹം സതീശൻ സാർ രാഷ്ട്രീയത്തിലെ ഒരു തന്ത്രമായിരിക്കാം, തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം അദ്ദേഹം ഇത് പുറത്തുവിട്ടത്. എന്തായാലും അത് രാഷ്ട്രീയത്തിൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ. ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു സുനാമി അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ തരംഗം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും മനസ്സിൽ ചോദിക്കുന്നത്. അത്തരത്തിലൊരു തള്ളിക്കയറ്റം അല്ലെങ്കിൽ ഒരു തരംഗം പോലെ ജനം അങ്ങനെ പോളിംഗ് ബൂത്തിൽ ഇന്നലെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഒരു സംശയമുള്ളത്. പെർസെൻറ്റേജ് കണക്കെടുത്താൽ സാമാന്യം തെറ്റില്ലാത്ത ഏതാണ്ട് 78.21% ആൾക്കാരും ഇന്നലെ പോളിംഗ് ബൂത്തിലെത്തി എന്ന് പറയുന്നു. ഇനി അവസാന കണക്ക് കൂടെ വരുമ്പോൾ ഒരുപക്ഷെ അത് 79 80 തൊട്ടടുത്തോ എത്തിയേക്കാം. ഈ ശതമാനത്തിലുള്ള വർധനവ് കാണിക്കുന്നത് കേരളത്തിലെ വോട്ടർമാർ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് ഇങ്ങനെ തള്ളിക്കയറിയത് എന്നൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ 78% എന്നുള്ളത് ഒരു വലിയ തള്ളിക്കയറ്റമായിരുന്നോ എന്നുള്ളതാണ്. ശതമാനക്കണക്ക് കേൾക്കുമ്പോൾ വലിയൊരു ഫിഗറാണത്. അപ്പോൾ 9 ലക്ഷം പേര് അധികമായി വോട്ട് ചെയ്യാൻ വരുന്നത് ഒരു തരംഗത്തിൻ്റെ ലക്ഷണമാണോ, അല്ലെങ്കിൽ സുനാമിയുടെ ലക്ഷണമാണോ, ഒരു അടിയൊഴുക്കിൻ്റെ ലക്ഷണമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പഴയൊരു കണക്കും കൂടെ നോക്കണമല്ലോ. നമുക്ക് വലിയ പുറകിലേക്കൊന്നും പോകണ്ട. 2011 ആകെ ഉണ്ടായിരുന്ന വോട്ടർമാർ 1,74,00,000. ആ സമയത്ത് ഉമ്മൻചാണ്ടിയാണ് ഭരിച്ചത്. എന്നിട്ട് 2016 ഭരണമാറ്റം ഉണ്ടായി, LDF വന്നു. അവിടെ നിങ്ങോട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2011 1,74,00,000 ഉണ്ടായിരുന്ന 2016 തെരഞ്ഞെടുപ്പിൽ വന്നത് 2,01,00,000. നമ്മൾ ഞെട്ടിപ്പോകും. 27 ലക്ഷം ആൾക്കാരാണ് അന്ന് വർദ്ധിച്ചത്. ഇന്ന് വർദ്ധിച്ചതിൻ്റെ 3 ഇരട്ടി ഒഴുക്കുണ്ടായി, ഒരു സുനാമി ഉണ്ടായി, ഒരു തരംഗമുണ്ടായി എന്നൊക്കെ പറയുന്നത് നമുക്കതൊന്ന് മനസ്സിലാക്കണം. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടിയത്, അന്ന് ആ തരംഗമുണ്ടായതിൻ്റെ ഗുണം കിട്ടിയത് LDFനായിരുന്നു എന്നുള്ളതാണ്. അത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വോട്ടർമാരുടെ ഒഴുക്കായിരുന്നു എന്നൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നിട്ടോ പിന്നെ 2021 നമ്മുടെ മുന്നിലുള്ളത്. അന്ന് സ്വാഭാവികമായിട്ടും 2,01,00,000 2016 ഉണ്ടായത്. 2021 എത്തിയപ്പോൾ അത് 2,03,00,000 വെറും 2 ലക്ഷത്തിൻ്റെ വർധനമാണ്. അപ്പോഴും ഒരു 1,500 വോട്ടൊക്കെയാണ് ഓരോ മണ്ഡലത്തിലും കൂടുതലായിട്ട് വന്നത്. പക്ഷെ അപ്പോഴും ഗുണം കിട്ടിയത് ഇടതുപക്ഷത്തിനാണ്. അപ്പോഴും ഒരു തരംഗമുണ്ടായിരുന്നു. അത് 91 സീറ്റ് ഉണ്ടായിരുന്നു, 99 അതും ഇടതുപക്ഷത്തിനാണ് ഗുണം കിട്ടിയത് എന്ന് തന്നെ പറയാം. നമുക്കൊരു പക്ഷേ കൊറോണ ആയിരുന്നു എന്നൊക്കെ പറയാമായിരുന്നെങ്കിലും അതിൻ്റെ ഗുണം കിട്ടിയത് ഇടതുപക്ഷത്തിനാണ്. പക്ഷേ ഈ 2 ലക്ഷത്തിൻ്റെ വർധനവ് ഒരു തരംഗമാണോ എന്ന് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഇപ്പോൾ 2021 2,03,00,000 പേർ വോട്ട് ചെയ്ത സ്ഥാനത്താണ് 2,12,00,000 പേര് വോട്ട് ചെയ്തിരിക്കുന്നത്. 9 ലക്ഷത്തിൻ്റെ വർധനമുണ്ടായിരിക്കുന്നത്. അത് ഒരു തരംഗമാകുകയാണെങ്കിൽ
ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. രണ്ട് വിധത്തിലാണ് കേട്ടോ. ഒന്നുകിൽ ഈ ജനങ്ങൾ ഇപ്പോൾ ഈ ഭരിക്കുന്ന സർക്കാരിനോടുള്ള ഒരു വൈമുഖ്യം കാരണം, ഭരണവിരുദ്ധ വികാരം, ഇനി ഈ പിണറായി സർക്കാർ ഇവിടെ തുടരണ്ട എന്നാലോചിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 9 ലക്ഷം പേര് അധികമായി വന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോടുള്ള ഒരു എതിർപ്പ് ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാമല്ലോ. പ്രത്യേകിച്ച് ഈ വയനാട് ഫണ്ട് പോലെയുള്ള വിവാദങ്ങളിലൊക്കെ കോൺഗ്രസിന് ഒരു പാഠം പഠിപ്പിച്ച് അടങ്ങൂ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ആൾക്കാർ വന്ന് വോട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് മെയ് 4-ാം തീയതി വോട്ട് എണ്ണി തുടങ്ങി ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ തീർച്ചയാകും. നമുക്ക് ഈ വോട്ട് വർധന ഉണ്ടായത് ഏതെല്ലാം ജില്ലകളിലാണെന്നൊന്നും നമുക്ക് നോക്കാട്ടോ. കൂടുതൽ പേരും വോട്ടർമാർ അധികം വന്നത് ഞാനൊരു കണക്ക് വായിക്കാം. അത് മലപ്പുറം ജില്ലയിലാണ്. വോട്ടർമാർ അധികമായി വോട്ട് ചെയ്യാനെത്തിയത് ഇപ്രകാരമാണ്, അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. മലപ്പുറത്ത് 2.43 ലക്ഷം പേര് അധികം വോട്ട് ചെയ്യാനെത്തി. തിരുവനന്തപുരമാണ് അത് കഴിഞ്ഞാൽ 2.07 ലക്ഷം പേര് കൂടുതൽ വോട്ട് ചെയ്തു. എറണാകുളത്ത് 1.5 ലക്ഷം, കോഴിക്കോട് 1.5 ലക്ഷം, പാലക്കാട് 94,000, കണ്ണൂർ 21,000, കൊല്ലത്ത് 60,000, ആലപ്പുഴയിൽ 47,000, കോട്ടയത്ത് ഒരു 61,000, കാസർഗോഡ് ഒരു 64,000, പത്തനംതിട്ടയിൽ 43,000, ഇടുക്കിയിൽ 71,000, വയനാട് 35,000, തൃശ്ശൂർ 95,000. ഈ തോതിലാണ് ഓരോ ജില്ല തിരിച്ചുള്ള അധികം വോട്ടർമാരെത്തിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഏകദേശം ഒന്ന് ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 65ഓളം സീറ്റുകളിൽ 10,000-നും 15,000-നും ഇടയിലുള്ള വോട്ടർമാർ അധികമായി വോട്ട് ചെയ്യാനെത്തി. അത് പ്രത്യേകിച്ചും ആദ്യത്തെ കുറച്ച് വായിച്ച മണ്ഡലം, നമ്മൾ ആദ്യം വായിച്ച മണ്ഡലങ്ങൾ. പിന്നീടുള്ള ഒരു 64 സീറ്റുകളിൽ 5,000-നും 10,000-നും ഇടയിൽ കൂടുതൽ വോട്ടർമാർ കഴിഞ്ഞ തവണത്തെ 2021 അപേക്ഷിച്ച് വോട്ട് ചെയ്യാനെത്തി. പിന്നെയുള്ള ഒരു 11 സീറ്റ് അത് കണ്ണൂർ ജില്ലയാണ്. അവിടെ ഏകദേശം ഒരു 2,000 പേരാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിലും കൂടുതൽ വോട്ട് ചെയ്യാനായിട്ട് എത്തിയത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഏകദേശ രൂപം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. ഒരു തരംഗത്തിൻ്റെ ഭാഗം അല്ലാണ്ട് തന്നെ കൂടുതൽ പേർ ഒരു വോട്ട് ചെയ്യാനെത്തുക എന്ന് പറയുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണവും വീറും വാശിയൊക്കെ കാരണം കൂടുതൽ പേരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്ന ഒരവസരം ഉണ്ടായാലും എന്തുണ്ടാവും, കൂടുതൽ പേർ വോട്ട് ചെയ്യും. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പ്രചരണ പരിപാടികളുണ്ട്. വോട്ടവകാശത്തിൻ്റെ ഒരു ബോധ്യം വരുത്തുക ജനങ്ങളിൽ. ആ നിലയ്ക്കും ആൾക്കാരിൽ വിദ്യാഭ്യാസം കൂടി പഴയൊരു തലമുറയൊക്കെ മാറിക്കഴിഞ്ഞു. യങ്ങർ ജനറേഷനിൽ ചിലപ്പോൾ ജനാധിപത്യ ബോധം ഉണർന്നതിൻ്റെ ഭാഗമായിട്ടും കൂടുതൽ പേർ വോട്ട് ചെയ്തിരിക്കാം. അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും വോട്ടിംഗ് പെർസെൻറ്റേജും വോട്ട് ചെയ്യുന്നവരുടെ എണ്ണമൊക്കെ കൂടിയേക്കാം. അതുകൊണ്ട് ഒരു തരംഗമായിരുന്നു എന്നൊന്നും നമുക്ക് ഇതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഒരു തരംഗമുണ്ടായാൽ അതിൻ്റെ ഗുണം കിട്ടും എന്നൊന്നും ഈ സ്റ്റേജിൽ നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. അത് പറയാൻ കാരണം ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ 4-ാം തീയതി വോട്ട് എണ്ണിക്കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേ നമുക്ക് ക്ലിയറായ ഒരു പിക്ചർ കിട്ടുള്ളൂ. പല സർവേ ഫലങ്ങളും, പ്രീപോൾ സർവേകളും നല്ല ശക്തമായ മത്സരം പറയുന്നു. ഏതാണ്ട് ഏത് മുന്നണിക്കും അധികാരം കിട്ടാവുന്ന ഒരു സ്ഥിതിയാണെന്ന് പറയുന്നു. ചിലർ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 2 മുന്നണികൾക്കും സാധ്യത പറയുന്നുണ്ട്. 3ാമത്തെ കക്ഷിക്കും ഏതാനും സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ നല്ല ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ ആണ് ഇവിടെ നടന്നത് എന്ന് നമുക്കറിയാം. വീറും വാശിയും നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ് ഇരുകൂട്ടരും അല്ലെങ്കിൽ 3 കൂട്ടരും നടത്തി എന്ന് പറയുമ്പോഴും നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ ഒരു വികസനത്തെ മുൻനിർത്തിയോ ഭാവിയിൽ കേരളം എങ്ങനെ ആയിരിക്കണമെന്ന് മുൻനിർത്തിയോ ജനങ്ങളുടെ ഇടയിൽ വേണ്ട രീതിയിൽ ഇവർ തമ്മിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് വാക്കുകളും ഭാഷകളും ഉപയോഗിച്ച് വിവാദ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇവർ ഈ പ്രചരണ കാലഘട്ടം എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി തട്ടിത്തപ്പുകയായിരുന്നുവോ എന്ന് നമുക്ക് സംശയിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അത്തരം ഒരു നിലപാടെടുക്കുമ്പോഴും ജനം കൃത്യമായ ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഇന്നലെ ഈ വലിയ ഒരു ടേൺ ഔട്ട് കാണിക്കുന്നത് തന്നെ വളരെ ഡിസിസീവായിട്ടുള്ള, വളരെ ദൃഢതയുള്ള ഒരു തീരുമാനമെടുത്ത് ഇന്നലെ പോളിംഗ് ബൂത്തിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് മെയ് 4-ന് കാണാം. ആ ഫലം തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വികസന കുതിപ്പിനായിരിക്കണം, കേരളത്തിൻ്റെ നല്ല ഭാവിയിലേക്കായിരിക്കണം. ഒരു കേരളം സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു കരുത്തുള്ള ഒരു ഭരണകൂടം വരണം, ഒരു കരുത്തുള്ള നേതൃത്വം ഉണ്ടാവണം എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.